ചരിത്രമെടുത്ത് നോക്കുമ്പോൾ ഏകദേശം 16-ാം നൂറ്റാണ്ടിലാണ് ക്രിക്കറ്റ് എന്ന കായിക ഇനം ഇംഗ്ലണ്ടിനെ മുൻനിർത്തി ലോകത്ത് അവതരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ക്രിക്കറ്റ് ചരിത്രം ഇന്ന് ലോകത്തിലെ പ്രിയ കായിക ഇനമായി 21-ാം നൂറ്റാണ്ട് വരെ എത്തി നിൽക്കുകയാണ്. ഈ നീണ്ട വർഷങ്ങളിൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ എണ്ണിയാൽ തീരാത്ത അത്രയും താരങ്ങളും മത്സരങ്ങളും ആഘോഷിക്കപ്പെട്ടു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്രിക്കറ്റിന്റെ മഹിമ തുടങ്ങുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ഒരുപക്ഷെ ലോകത്ത് ഇന്ത്യയേക്കാൾ കൂടുതൽ ക്രിക്കറ്റിനെ സ്നേഹിച്ച മറ്റൊരു രാജ്യം കാണില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലും ലോക ക്രിക്കറ്റ് ചരിത്രത്തിലും ഒരുപാട് ഐതിഹാസിക ക്രിക്കറ്റ് താരങ്ങൾ പിറന്നിട്ടുണ്ട്. ഓരോ ക്രിക്കറ്റ് താരങ്ങളും അവരുടെ കഴിവ് കൊണ്ട് ലോക ക്രിക്കറ്റിൽ എണ്ണം പറഞ്ഞ പേരുകൾ അറിയപ്പെട്ടു. അങ്ങനെ വിളിക്കപ്പെട്ട ഒരു 4 അംഗ ബാറ്റർമാരുണ്ട് നമ്മുടെ ലോക ക്രിക്കറ്റിൽ. വിരാട് കോഹ്ലി, സ്റ്റീവ് സ്മിത്ത്, ജോ റൂട്ട്, കെയ്ൻ വില്യംസൺ. ഇവരാണ് കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാധനരായ ബാറ്റർമാരുടെ നിര. ഈ 4 അസാമാന്യ ക്രിക്കറ്റ് താരങ്ങളുടെയും ഉദയം അടയാളപ്പെടുത്തിയ വർഷമായിരുന്നു 2014. ലോക ക്രിക്കറ്റിലെ വിവിധ ഫോർമാറ്റുകൾ വിവിധ വേദികളിലായി ഈ 4 പേർ തങ്ങളുടെ ടീമുകൾക്കായി കാഴ്ചവെച്ച പ്രകടനങ്ങൾ പകരം വയ്ക്കാനാകാത്തതായിരുന്നു. സ്ഥിരത, സമ്മർദ്ദ ഘട്ടങ്ങളിലും മികച്ച പ്രകടനം നടത്താനുള്ള മികവ് എന്നിവയെല്ലാം കൊണ്ട് ഈ 4 പേരും ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർമാരുടെ പട്ടികയിലേക്ക് ഉയരുകയും ചെയ്തു. പിൽക്കാലത്ത് ഈ 4 പേരടങ്ങിയ സംഘത്തെ ക്രിക്കറ്റ് ലോകം വിശേഷിപ്പിച്ചത് ഫാബ് ഫോർ എന്നായിരുന്നു. അന്തരിച്ച മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ഇതിഹാസം മാർട്ടിൻ ക്രോയാണ് 2014 അന്ന് ഈ 4 യുവ ബാറ്റർമാരെയും അസാധാരണമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇവരെ ആദ്യമായി ഫാബ് ഫോർ എന്ന് വിശേഷിപ്പിച്ചത്. ക്രിക്കറ്റ് സമൂഹത്തിലെ ആദരണീയനായ വ്യക്തിയായിരുന്ന മാർട്ടിൻ ക്രോയ്ക്ക് യുവതാരങ്ങളിലെ പ്രതിഭ മനസ്സിലാക്കുന്നതിൽ പ്രത്യേക മികവുണ്ടായിരുന്നു. കോഹ്ലി, സ്മിത്ത്, റൂട്ട്, വില്യംസൺ എന്നിവർ കരിയറിന്റെ തുടക്കത്തിൽ പുറത്തെടുത്ത പ്രകടനങ്ങൾ വിലയിരുത്തി 2014 ഓഗസ്റ്റ് 29-ന് ESPN ക്രിക്കറ്റ് ഇൻഫോയിൽ എഴുതിയ ലേഖനത്തിലാണ് ക്രോ ആദ്യമായി ഈ താരങ്ങളെ ഫാബ് ഫോർ എന്ന് വിളിക്കുന്നത്. വൈകാതെ തന്നെ ഈ കളിക്കാർ അവരവരുടെ ദേശീയ ടീമുകളിലെ പ്രധാന താരങ്ങളായി ഉയരുകയും ചെയ്തു. പ്രശസ്ത ഇംഗ്ലീഷ് റോക്ക് ബാൻഡായിരുന്ന ബീറ്റിൽസിലെ ഫാബ് ഫോറുമായി താരതമ്യം ചെയ്താണ് ക്രോ ഇവർക്ക് ആ പേര് സമ്മാനിച്ചത്. ബാറ്റിംഗിലെ അക്രമപരവും നിർഭയവുമായ സമീപനം കൊണ്ട് വ്യത്യസ്തനായിരുന്നു ഇന്ത്യയുടെ വിരാട് കോഹ്ലി. റൺ ചേസുകളിൽ തന്റെ ഏറ്റവും മികച്ച നിലയിലേക്ക് ഉയർന്നിരുന്ന താരം. അസാധാരണമായ സാങ്കേതിക മികവുള്ള താരം എന്ന പേരെടുത്ത ആളായിരുന്നു ഓസ്ട്രേലിയ സ്റ്റീവ് സ്മിത്ത്. സമ്മർദ്ദഘട്ടങ്ങളിൽ റൺ സ്കോർ ചെയ്യാനുള്ള മികവും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. പരമ്പരാഗത ബാറ്റിംഗ് ശൈലിക്കുടമയായിരുന്ന ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ട് അതിന് ആധുനിക സാങ്കേതികതയുമായി ചേർത്ത് എല്ലാ സാഹചര്യത്തിലും സ്ഥിരതയോടെ റൺസ് കണ്ടെത്തുന്നതിൽ മിടുക്കുള്ള താരമായിരുന്നു. ആഗ്ര ഇന്നിംഗ്സുകൾ കളിക്കുന്നതിൽ എക്കാലത്തും മികവ് പുലർത്തിയിരുന്ന ആളായിരുന്നു ന്യൂസിലാൻഡിന്റെ കെയ്ൻ വില്യംസൺ. കോബുക്ക് സ്റ്റൈൽ ബാറ്റിംഗിനുടമയായിരുന്ന വില്യംസൺ കളികളത്തിൽ കാഴ്ചവെച്ചിരുന്ന ശാന്ത സമീപനവും ശ്രദ്ധേയമായിരുന്നു. പിന്നീട് ഫാബ് ഫോറിന്റെ മറ്റ് ക്രിക്കറ്റ് താരങ്ങൾ വിമർശിക്കുകയും പുതിയ താരങ്ങളെ ഈ കൂട്ടത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചെങ്കിലും 2014 ക്രോ വിശേഷിപ്പിച്ച 4 അംഗ സംഘത്തിന്റെ സ്ഥാനം ലോക ക്രിക്കറ്റിൽ അതേപടി നിലനിൽക്കുക തന്നെ ചെയ്തു.